സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്തായിരുന്നു നടി ഭാമ വിവാഹിതയാകുന്നത്. കോട്ടയം ജില്ലയിൽ ജനിച്ചു വളർന്ന നടി 2020-ലാണ് അരുണിനെ വിവാഹം ചെയ്തത്. സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്നൊന്നും ഞാൻ പറയില്ല, മനുഷ്യൻ്റെ കാര്യമാണ്, നമുക്ക് അറിയില്ലല്ലോ എന്നാണ് വിവാഹശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഭാമ പറഞ്ഞത്. പിന്നീട് കുടുംബജീവിതത്തിൽ മുഴുകിയതോടെ ഭാമയെ സിനിമകളിലൊന്നും തന്നെ കണ്ടില്ല. അഭിനയത്തിലേക്ക് ഇനി വരില്ലെന്ന് അറുത്തുമുറിച്ച് ഭാമ പറയാത്തതുകൊണ്ട് തന്നെ നടി എന്നെങ്കിലും സിനിമയിലേക്ക് തിരിച്ചുവരുമെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. അടുത്തിടെ സുമതി വളവ് എന്ന സിനിമയിലൂടെ അത് സംഭവിക്കുകയും ചെയ്തു. സുമതി വളവിൽ ഒരു ഗസ്റ്റ് റോളിലാണ് ഭാമ എത്തുന്നത്. 3 ദിവസത്തെ ഷൂട്ട് മാത്രമാണ് ഭാമയ്ക്കുണ്ടായിരുന്നത്. സുമതി വളവ് കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തിയവർക്ക് ഭാമയുടെ ഗസ്റ്റ് റോൾ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. സിനിമയും അഭിനയവും നടിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുന്ന ഒന്നല്ല. എന്നും 5 വയസ്സുകാരി ഗൗരിയുടെ അമ്മ എന്ന റോളാണ് ഭാമയ്ക്ക് ഏറ്റവും ഇഷ്ടം. സിനിമയിൽ സജീവമായാൽ ലോങ് ഷൂട്ടുകൾക്ക് പോകുമ്പോൾ മകളെ വിട്ടുമാറി നിൽക്കേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് ഭാമയ്ക്ക് നിർബന്ധമുണ്ട്. അതിനാലാണ് അഭിനയത്തിന് നടി വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും ഉദ്ഘാടനങ്ങളും സ്റ്റേജ് ഷോകളും മറ്റുമായി ഭാമ സജീവമാണ്. മകൾ മാത്രമാണ് ഭാമയുടെ ഇപ്പോഴത്തെ ലോകം. താൻ സിംഗിൾ മദറാണെന്ന് അടുത്തിടെയാണ് ഭാമ വെളിപ്പെടുത്തിയത്. ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ വന്നതിനാൽ അരുണും ഭാമയും വേർപിരിഞ്ഞാണ് താമസം. വിവാഹ ചിത്രങ്ങളടക്കം ഭാമ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോഴിതാ വിവാഹവുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള കാഴ്ചപ്പാട് സംസാരിക്കുകയാണ് ഭാമ. താൻ ഒരിക്കലും പുരുഷന്മാർക്ക് എതിരല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നടി സംസാരിച്ചു തുടങ്ങുന്നത്. പെൺകുട്ടികൾക്ക് വിവാഹം ആവശ്യമില്ല എന്ന കാഴ്ചപ്പാട് എനിക്കില്ല. സ്ത്രീധനം കൊടുത്തിട്ട് ഒരു സ്ത്രീയും വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടുംബം ഉണ്ടാക്കുക എന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ആവശ്യമാണ്. എന്തിൻ്റെ പേരിലാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്? നിയമപരമായി സ്ത്രീധനം നിരോധിച്ചുവെന്ന് പറഞ്ഞാലും അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ ഇന്നും നേരിടുന്നുണ്ട്. പഠിക്കുക, ജോലി നേടുക, പഠിക്കാൻ കഴിവില്ലാത്തവർ കൈത്തൊഴിൽ ചെയ്യുക, അവനവൻ്റെ ആവശ്യങ്ങൾക്കുള്ള ജോലി സ്ത്രീകൾ നേടണം. തുല്യ ഉത്തരവാദിത്തമുള്ള 2 വ്യക്തികൾ ചേർന്ന് ഒരുമിച്ച് ജീവിതം എന്ന തലത്തിൽ വിവാഹം റീഡിസൈൻ ചെയ്യാൻ പറ്റണം. ഞാൻ പുരുഷന്മാർക്ക് എതിരല്ല. 2 പേർ വിവാഹത്തിലൂടെ ഒന്നിച്ചാൽ അവർക്ക് പരസ്പരം താങ്ങാൻ കഴിയണം. കമ്പാനിയൻ എന്ന നിലയിലാണ് ഞാൻ പങ്കാളിയെ കാണുന്നത്. ഇമോഷണലിയും ഫിസിക്കലിയും സപ്പോർട്ട് ചെയ്യണം. അത് ഫിനാൻഷ്യലി സപ്പോർട്ടിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. ഒരു പ്രത്യേക അജണ്ട മുൻനിർത്തിയുള്ളതാവരുത് വിവാഹം. ഭക്ഷണം ഉണ്ടാക്കിത്തരാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒരാൾ എന്ന തരത്തിലേക്ക് പങ്കാളിയെ പരിമിതപ്പെടുത്തരുതെന്നു തൻ്റെ കാഴ്ചപ്പാടെന്ന് ഭാമ പറയുന്നു.